കാരണം ആ ഒരു വ്യൂവിൽ നമുക്ക് ഇതുവരെ ലാസ് വെഗാസിൻ്റെ കാഴ്ചകൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഗോൾഡൻ അവർ പൊളിച്ച് കേട്ടോ, നല്ല കിഡിലോസ്കി ഐറ്റം. അങ്ങനെ നമ്മൾ ഫിൽമോർ എന്ന ഫ്യൂലിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ച് ഒരു കൂളിംഗ് കൂടെ പാസ് ചെയ്തിട്ട് നേരെ കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും പറയാതെ വയ്യ, എന്നെ ഏറ്റവും ദേഷ്യപ്പെടുത്തുന്ന കാര്യമാണ് എന്താണ്ട് ഫ്യൂവൽ അടിക്കാതെ ഫ്യൂൽ ലൈൻ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന കുറേ ട്രക്കുകൾ. ഇത് സ്ഥിരമാക്കുക. എന്നാൽ പാർക്കിംഗ് സ്പോട്ടുകൾ എം ടി ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് പോട്ടെ എന്ന് നോക്കാം. പക്ഷേ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പോട്ടുകൾ അവൈലബിളാണ് എവിടെയാലും. ഇനിയിപ്പോൾ പാർക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ ഉണ്ടായിടുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരുടെ, ലോഗ് തീരുന്നവരുടെയൊക്കെ അവസ്ഥ. ആരും ഫ്യൂൽ ചെയ്യുന്നില്ല. പക്ഷെ ഫ്യൂൽ ഐലൻഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ ഇട്ട് ബ്രേക്ക് എടുക്കുകയും മറ്റുള്ള പരിപാടികളും. അത് കാണിക്കുന്ന ദുഷ്ടതരം, ഭയങ്കര ദുഷ്ടതരം. ഒന്നെങ്കിൽ പാർക്ക് ചെയ്യാൻ പഠിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്തവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കർബിൻ്റെ സൈഡിലോ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യാന്നുള്ള. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു ലോഗ് തീർന്ന് ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് കൊണ്ടുവന്ന് ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യമായി എന്ന് വിചാരിക്കും. അപ്പം അല്ല, ബ്രേക്ക് അല്ല, റീസെറ്റ് ഇടേണ്ട ഒരു സാഹചര്യം എന്ന് വിചാരിക്കും. അപ്പം എങ്ങനെയായാലും 10 മണിക്കൂർ റീസെറ്റ് ഇട്ടല്ലേ പറ്റുള്ളൂ. ഫ്യൂൽ ഐലൻഡ് ഇടാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഡ്രൈവർമാരുടെ ഒരു ഉത്തരവാദിത്തമാകണം. അല്ലെങ്കിൽ മറ്റുള്ള ഡ്രൈവർമാരോട് ചെയ്യുന്ന ദുഷ്ടത്തരം അത്. ഈ കിടക്കുന്ന ട്രക്കുകളൊന്നും ഫ്യൂൽ ചെയ്യുന്നതല്ല, ചുമ്മാ താണ്ടെ അവിടെ ഫ്യൂൽ ഐലൻഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കുക. അവസാനം എനിക്ക് എണീറ്റ് പോയ അയാളോട് വണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് സംസാരിക്കേണ്ട വന്നു കേട്ടോ. എന്തിനാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അപ്പോൾ അയാൾ വണ്ടി മാറ്റി നമുക്ക് ഫ്യൂലും ചെയ്ത് പോവാം. നല്ല കിടിലൻ ഒരു ഷവറും എടുത്തു, വേണ്ട ഒരു ബർഗറും മേടിച്ചു, ഒരു അടിപൊളി കാപ്പി എടുത്തു കേട്ടോ. നമുക്ക് നേരെ വിട്ട് പോയേക്കാം. നല്ല സൂപ്പർ സൺസെറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഗോൾഡൻ അവർ പൊളിച്ച് കേട്ടോ, നല്ല കിഡിലോസ്കി ഐറ്റം. അല്ലെങ്കിലും നേച്ചർ അതിൻ്റെ ആ ഒരു ഫുൾ പ്രൗഡിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുക എന്നൊക്കെ പറയൂലേ, സത്യത്തിൽ അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്തല്ലെങ്കിൽ ഇവിടുത്തെ ഈ കരിഞ്ഞുണങ്ങിയ പുല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ലാൻഡ്സ്കേപ്പിനൊക്കെ ഇത്രയും സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. യൂത്തേലെ സെഡാർ സിറ്റിയൊക്കെ അടുക്കാറാകുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ. ഇന്നത്തെ രാത്രിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ ഒരു വലിയ വെൽവിഷറായിട്ടുള്ള ജോയലൊക്കെ, പുള്ളിയും ട്രക്ക് ഡ്രൈവറാണ്. മോറോവർ പുള്ളി ബിറോത്തുനിന്ന് തന്നെ ഉള്ള ഒരാളാണ്. ജോയലിൻ്റെ കോ ഡ്രൈവറും കൂടെ, അവർ രണ്ടുപേരും കൂടെ കാലിഫോർണിയയിൽ നിന്ന് ലോഡെല്ലാം എടുത്ത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് കാണാം, ഹായ് പറയാം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമെന്ന്. നമ്മൾ വേഗസിനോട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ, ലോക്കൽ ടൈം 12 മണി ആവുന്നു. നമ്മുടെ ഒണ്ടാറിയോ സമയം 2 മണിയായത്. ടെമ്പറേച്ചർ നോക്കിക്കേ നിങ്ങൾ, 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ കേട്ടോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ പകലത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്തായാലും അരമണിക്കൂറിൽ നമ്മൾ ലൗസ് എന്ന് പറഞ്ഞ ലാസ് വെഗാസിലെ ലൗസിലെത്തുവേ. നമ്മുടെ ജോയലും മിലൻ എന്നാന്ന് തോന്നുന്നു നമ്മുടെ ജോയലിൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ആളുടെ പേര്. അപ്പോൾ അവരവിടെ മിക്കവാറും കാണും. നമുക്ക് അവിടെ വെച്ച് അവരെ മീറ്റ് ചെയ്യുകയും വിശേഷങ്ങളൊക്കെ പറയുകയും ചെയ്യാം. നമ്മളങ്ങനെ ലാസ് വെഗാസിലെ ലൗസിലേക്ക് എത്തിയിരിക്കുകയാണ്.
നമ്മുടെ ജോയലും മിലനും ഓൾറെഡി അവിടെ എത്തി. 5 മിനിറ്റ് മുമ്പ് അവർ വിളിച്ചായിരുന്നു, അവരെത്തിയെന്ന് പറഞ്ഞോണ്ടേ. നമുക്ക് അവരെ പോയി പരിചയപ്പെടാം. വേഗസിൽ വളരെ കുറച്ച് ലവ്സേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. ഇത് മാത്രമേ ലവ്സ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആ ഡൗൺ ടൗണിൽ തന്നെയുണ്ട്. അവിടെ പാർക്കിംഗ് സ്പേസ് എല്ലാം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും പാർക്കിംഗ് സ്പോട്ട്സ് എല്ലാം ഭയങ്കര ഫിൽഡായിരിക്കും. ഈവൻ റോഡ് സൈഡ് പോലും നിറഞ്ഞിരിക്കുമായിരിക്കും. അതാണ് നിങ്ങൾ കാണുന്നത്. കാരണം രാത്രി ആയാലേ ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുത്തല്ലേ പറ്റുള്ളൂ. പാർക്കിംഗ് ഒക്കെ ഭയങ്കര ടൈറ്റാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക സ്പോർട്സ്. അവരവിടെ നിർത്തിയേക്കണേ നോക്കട്ടെ. ലിറ്റിൽ റോക്ക് ഫാംസ് കണ്ട് ഇതാണ് മിലൻ കേട്ടോ. അറിയാ ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതാണ് മിലൻ. മിലനെ നമ്മൾ പരിചയപ്പെട്ടു. ഇതാണ് ഇവരുടെ ട്രക്ക് കേട്ടോ. ലിറ്റിൽ റോക്ക് ഫാം ട്രക്കിംഗ്. ഇവർക്ക് തന്നെ ഫാമും ഉണ്ടോ ബ്രോ? അത് ശരി. അപ്പോൾ നല്ല അടിപൊളി ഒരു ട്രക്കാണ് കേട്ടോ. വേണ്ടേ ട്രൈഡ് ലൈനറിൻ്റെ കാസ്കേഡിയ ഇവിടെ ജോയൽ ഓർക്കേനിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇത് പുതിയ ട്രക്കാന്ന് തോന്നല്ലേ? വേണ്ടേ ബ്രാൻഡ് ന്യൂ വണ്ടി. അതിൻ്റെ കാണാനും ഉണ്ട് കേട്ടോ. ബ്രോ നാട്ടിലെവിടെ? നാട്ടിൽ ഞാൻ വെളിനാടെന്ന് പറയും, കുട്ടനാട്. എനിക്കറിയാം. വെളിനാട് നമുക്ക് ബന്ധക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വെളിനാടെന്ന് അവർ വിട്ട് മാമ്പഴക്കരയിലേക്കൊക്കെ മാറി. പിന്നെ എൻ്റെ വൈഫിൻ്റെ വീട് മേപ്രാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് രാമങ്കരിയൊക്കെ അവിടെ മറ്റേ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ. ശരി. ഇതാണ് ജോയല്. അല്ലയാ എന്നാണ്ട് വിശേഷം? ജോയലെ പിന്നെ എന്നാണ്ട് വിശേഷം? ഒച്ചയൊക്കെ കുറവായിപ്പോ. നല്ല ലേ ഓവർ ആയിരുന്നു അല്ലേ? കൈൻഡ് ഓഫ് ലേ ഓവർ. നമുക്ക് ഇന്ന് ഇവര് ഓടുന്നത് ട്രയാങ്കിൾ ട്രിപ്സ് ആണോ? അതായത് ഒണ്ടാരിയോന്ന് വണ്ടി എടുത്തിട്ട് ഒണ്ടാരിയോ, പിന്നെ നമ്മള് നോർത്തേൺ ഒണ്ടാരിയോ വഴി കാൽഗരി ഓർ BC, അവിടുന്ന് നേരെ LA ഇറങ്ങും. ട്രാൻസ് കാനഡ വഴി വരും. പിന്നെ നമ്മൾ അവിടുന്ന് LA വന്നിട്ട് തിരിച്ചൊണ്ടാരിയോ. ഫുള്ള് ട്രയാങ്കിളാണ്. ഞങ്ങൾ ഈ ട്രിപ്പ് ഇറങ്ങിയത് യാർഡ് വാക്കർടണിലാണ്. നമ്മൾ ടോബർമുറി സൈഡാണ്. മോൺട്രിയൽ ഒരു ഡെലിവറി, പിന്നെ മോൺട്രിയലിൽ നിന്ന് പിക്ക് ചെയ്ത് കാൽഗരിയിൽ നിന്ന് MT കാലിഫോർണിയയിൽ നിന്ന് ഈ പിക്ക് എടുത്തു. ഞങ്ങൾ സാലക് സിറ്റിയിൽ എടുത്ത പിക്കിന് നാളെ രാവിലെ ചെല്ലണം. പിന്നെ വ്യാഴാഴ്ച രാത്രി വെർലിംഗ്ടൺ. പരിപാടി തീർന്നു. എത്ര ദിവസം എടുക്കും ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ വേണ്ടി? ഞങ്ങൾ 14 ദിവസത്തെ ട്രിപ്പ് വരെ ഓടിയിട്ടുണ്ട്. 14 ദിവസത്തെ ട്രിപ്പ് വരെ. ഇതിന്റെ രണ്ടാമത്തെ ട്രിപ്പ് അതായിരുന്നു. 14 ദിവസം 10,000 മൈലിന്റെ ഒറ്റ ട്രിപ്പ്. പിന്നെ രണ്ടുപേരും ബാച്ചിലേഴ്സ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഓടാൻ കുഴപ്പമില്ല. ഇപ്പൊ മാക്സിമം ഓടി പൈസ ഉണ്ടാക്കാന്നുള്ള. അതെ. അപ്പൊ ഞങ്ങള് കാൽഗരിയിൽ റീസെറ്റ് അടിച്ചു. അത് നല്ല റണ്ണായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം തന്നെ 8 ദിവസം 9 ദിവസം. അപ്പൊ ഈ 14 ദിവസത്തെ ഓട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് പോയി കഴിയുമ്പോ എത്ര മൈൽ വരെ കവർ ചെയ്തിട്ടുണ്ട് മാക്സിമം? 14 ദിവസം 10,500 മൈല്. 14,000-ത്തിനടുത്ത് മൈൽ ഓടിയത്. 11,000-ത്തിനടുത്ത് മൈല് ഒറ്റ ട്രിപ്പില്. അടിപൊളി. അത് ഞങ്ങൾ ഫുഡൊക്കെ കാലിക്കറ്റിൽ നിന്ന് പിന്നെയും സ്റ്റോക്ക് ചെയ്തു, മേടിച്ച്. എന്നിട്ട്
അങ്ങനെ തിരിച്ചടിച്ചു? അതെങ്ങനെ അത് വാക്കർട്ടൺ ടു മൊറോണിന്ന് ഇവിടെ LA വന്നു, തിരിച്ച് കാൽഗരിന്ന് വീണ്ടും സാലക് സിറ്റി, തിരിച്ച് കാൽഗരി ചെന്നപ്പോൾ റീസെറ്റ്. ശരിക്കും എക്സ്ട്രീം നൊമാഡിക് ട്രക്ക് ലൈഫ് എന്നൊക്കെ പറയുന്നത് അത് വിന്റർ ഫുള്ള് ട്രയാങ്കിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കമ്പനി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിന്റെ വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല ഇപ്പൊ ഞാൻ ഷെയറിംഗ് റൂമിലാണെങ്കിൽ എന്റെ റൂംമേറ്റ് സിംഗിൾ ആയിട്ടാണ് നിൽക്കണേ. ഞാൻ ആഴ്ച ഒരു ദിവസമല്ലേ വന്നു 1.5 ദിവസത്തിൽ പോവും അടുത്ത ട്രിപ്പ്. അതും 14 ദിവസം കഴിഞ്ഞാ വന്നത്. നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നൊക്കെ? അല്ലല്ല, പുള്ളി ലണ്ടനിലോ, ഞാൻ കാനഡയിലോ. വണ്ടി എന്തായാലും പുത്തൻ അടിപൊളി 25 വണ്ടിയാ, 25 ഫ്രൈറ്റ് ലൈനർ. ഇത് നമുക്ക് കിട്ടിയ 1 മാസമായുള്ളൂ. ഇതിപ്പോ നമുക്ക് കിട്ടുമ്പോൾ 3000 കിലോമീറ്റർ കണ്ട് ഓടിയിട്ടുള്ളൂ. ഇപ്പോ 30,000 അടുത്തായി. അടിപൊളി. ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ടാ? സോൾട്ട് ലേക്ക് സിറ്റി. രാവിലെ വിക്ക് സാധനം എടുക്കാനുണ്ട്. ടൊറന്റോ പിന്നെ വീട്ടിൽ പോകും. ഇതെല്ലാം പോകുന്നത് സെയിം ഫെസിലിറ്റികളാണ്. അത് കാരണം നമ്മള് ലാൻഡ്മാർക്കിൽ നിന്ന് ലാമറാടെ വിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പിക്കപ്പ് സാലക് സിറ്റിയില് ലാൻഡ്മാർക്ക് എടുക്കാറുണ്ട്. റീഫർ ഓഫ് ചെയ്തിടും. ഓക്കെ, എന്നാ ഞാൻ പോയി വിട്ടോട്ടെ. ശരി, എന്നാ ഞങ്ങൾക്ക് രാവിലെ 6 ഡെലിവറി ഉണ്ടല്ലേ? ഞങ്ങക്ക് രാവിലെ 7 മണിക്കാണ്. ആയിക്കോട്ടെ. പിന്നെ ഇവർ രണ്ടുപേരും അടിപൊളി കിടക്കാൻ റീൽസ് ഒക്കെ ഇവിടെ ഇടുന്ന കേട്ടോ, ട്രക്കിങ്ങിന്റെ. ഇവിടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഒന്ന് പറഞ്ഞോളാം. എന്റെ ജോയൽ വാഴമലയിൽ നിന്നാണ്. ജോയൽ വാഴമലയിൽ. ബ്രോടെ മിലൻ ജിജു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിൽ ഇവരുടെ റീൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ട്രക്കിങ്ങിന്റെ റീൽസും പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഒന്ന് ഞാൻ വിട്ടോട്ടെ. ശരിയെന്നാ, കാണാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നിങ്ങളുടെ ട്രക്കിങ്ങിന്റെ കഥകളൊക്കെ നമുക്ക് നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ എപ്പോഴേലും ഒക്കെ പറയാം. ആ ഒരു സാധനമൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്കുണ്ടല്ലോ, നമുക്ക് താമസിക്കാതെ ഒരു കാപ്പിയും കൂടെ എടുത്തിട്ട് വിട്ടു പോയേക്കാം. നമ്മളെന്തായാലും ജോയലിനോടും മില്ലനോടും ബൈ പറഞ്ഞ് തിരിച്ച് റോട്ടിൽ കയറി. ഇനി നേരെ ലാസ് വേഗാസും ക്രോസ് ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ലാസ് വേഗാസിൻ്റെ വലിയ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ വീണ്ടും പറയുന്ന ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. മറ്റുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ലാസ് വേഗാസിൻ്റെ ഡീറ്റെയിൽ വിഷ്വൽസ് എടുക്കാം. കാരണം ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ലാസ് വേഗാസിൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ റീസെൻ്റ്ലി തന്നെ. അതുകൊണ്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ അങ്ങ് കണ്ട് വിട്ടു പോവാം. വേണ്ടേ, അങ്ങ് അകലെ അങ്ങ് കുറേ വെട്ടത്തിൻ്റെയൊക്കെ ഒരു കൂമ്പാരം കണ്ടോ, അതാണ് ലാസ് വേഗാസ് ഡൗൺ ടൗൺ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ ആ ക്യാബിൻ വ്യൂവും കൂടെ ഉള്ള ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ക്യാമറ വെക്കാം. കാരണം ആ ഒരു വ്യൂവിൽ നമുക്ക് ഇതുവരെ ലാസ് വേഗാസിൻ്റെ കാഴ്ചകൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും. നമുക്ക് നോക്കാം ക്യാബിനിൽ നിന്ന് ഒരു ഡ്രൈവറിൻ്റെ വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. കാലിഫോർണിയ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ജോമറ്റോ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ അഗ്രികൾച്ചർ ഡിക്ലെയർ ചെയ്യും. സ്റ്റേഷൻ കിറ്റ്. ഹായ് ഗായ്സ്, ഹൈവേ വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലാണ് കേട്ടോ. ജോമറ്റോ, നമ്മുടെ ഡെലിവറിയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നോ? വളരെ മനോഹരമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പറന്നെത്തിപ്പിടിച്ചതാ. അതായത് നിങ്ങൾ കണ്ടല്ലോ, ഇന്നലത്തെ പോലെ നമുക്ക് കഷ്ടിച്ചൊരു ഇച്ചിരി സമയം ഉണ്ടായിരുന്നുള്ളൂ ഡെലിവറിക്ക് വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ജോമറ്റുമായി കിടിലനായിട്ട് ഒരു വിധത്തിൽ മുള്ളാൻ പോലും നിൽക്കാതെ എത്തിച്ചല്ലേ. അതെ, കഴിഞ്ഞപ്പോ പറഞ്ഞു ലൊക്കേഷൻ മാറി. അതായത് സത്യമായിട്ടും പുള്ളി ഒന്ന് വാഷ്റൂമിന് പോലും അങ്ങ് നിർത്തിയില്ല കേട്ടോ. അപ്പോയിന്റ്മെന്റ് ലേറ്റ് ആവണ്ടല്ലോ എന്നോർത്തിട്ട്. എന്നിട്ട് എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 6 മണിക്ക് എത്തേണ്ട അടുത്ത് 5:30 ആയപ്പോഴത്തേക്കും എത്തി. 6 മണിയായപ്പോൾ അവർ തുറന്നു തന്നെ. 6:15 തുറന്നപ്പോ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോ ജുർപ്പ വാലിയിലേക്ക് വിട്ടോളാം.
അതല്ല അഡ്രസ് അതല്ല അഡ്രസ്. ആ എന്നിട്ടോ അപ്പം അവിടുന്ന് പറഞ്ഞു വിട്ടോ കൊള്ളാൻ പറഞ്ഞു. ബ്രോ ഇത് മുഴുവൻ പറ, ഇത് കേൾക്കണമെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങക്ക് വല്ലതും മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരു ഡെലിവറി ലൊക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ സ്ഥിരമായിട്ട് പിക്കപ്പ് എടുക്കുന്ന എല്ലാവരും കണ്ട ഒരു സ്ഥലം തന്നെ, കാർസണിലുള്ള മറ്റേ ഓട്ടോമാറ്റിക് വയറിംഗ് എടുക്കുന്ന സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച കിട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ അവിടേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം രാവിലെ 6:15 അവര് പറഞ്ഞു ഈ കുറെ നേരം കുറെ സമയം എടുത്തു അവിടുത്തെ ഷിപ്പർ. അപ്പൊ അവര് പറഞ്ഞു ഇതല്ല ഇത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങളുടെ തന്നെയാണ്, ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ഈ വെയർ ഹൗസിലല്ല ഇറക്കേണ്ടത്. ഈ വെയർ ഹൗസിലല്ല ഇറക്കേണ്ടത്. അപ്പൊ ഇനിയാണെങ്കിലും അത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പറയാൻ കാരണം ഞാൻ രണ്ടാമത്തെ ജുർപ്പവാലിയിലുള്ള അവിടെ കൊണ്ടുപോയി ഡെലിവറി ചെയ്തപ്പം, പക്ഷെ അത് നല്ല ലൊക്കേഷനാണ് കേട്ടോ, നമുക്ക് നല്ല ലൊക്കേഷനാണ്, വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ വേറെ ട്രക്ക് കിടപ്പുണ്ട്, ഒണ്ടാരിയോ ട്രക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് ലൊക്കേഷൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു എല്ലാവർക്കും പറ്റുന്ന തെറ്റായത്. അപ്പം എപ്പോഴും ഓർത്തോളൂ, ആ പിക്കപ്പ് മാത്രം അവിടെ നിന്നുള്ളൂ, ഡെലിവറി എപ്പോഴും ഇവിടെ ആയിരിക്കും. ഇവിടെ വേറെ ഒരു ലൊക്കേഷൻ കൂടെ ഉണ്ട്, അവിടെ ആയിരിക്കും പറഞ്ഞു. നമുക്ക് നമ്മുടെ ഡിസ്പാച്ച് ചെയ്യുന്ന അഡ്രസ്സിലല്ലേ നമ്മൾ പോകണ്ടേ? അതെ അതെ. എത്രയൊക്കെയാണല്ലോ നമ്മുടെ 8:30-9 മണിയാകുമ്പോഴത്തേനും നമ്മുടെ എല്ലാം കഴിഞ്ഞു. എന്നാ പിന്നെ പിക്കപ്പിന് വേണ്ടി ഒരു മെസ്സേജ് അയച്ചേക്കാന്ന് വിചാരിച്ചു. സന്തോഷായി. അങ്ങനെ ലോഡൊക്കെ ഇറക്കി ഇനി പിക്കപ്പ് എടുക്കാൻ എങ്ങോട്ടാ പോകണ്ടേന്ന്. അതെ, നമ്മൾ എന്തായാലും നേരത്തെ വന്നതല്ലേ. അപ്പം പറഞ്ഞു അടുത്ത ട്രക്ക് സ്റ്റോപ്പിൽ പോയി കിടന്നു. നോക്കിയപ്പോ 8 കിലോമീറ്റർ ഇതേ പെട്രോ, പിന്നെ ആനന്ദലത്തേക്ക് എന്നാ വേണം. അങ്ങനെ അവിടെ കിടന്നു. അങ്ങനെ വന്ന് കിടക്കണ കിടപ്പാണ്. നമ്മളിപ്പോ ഒന്റാറിയോയിലെ പെട്രോ എന്ന് പറയുന്ന, അതായത് കാലിഫോർണിയയിലുള്ള ഒന്റാറിയോ എന്ന് പറയുന്ന സ്ഥലത്തെ പെട്രോയിൽ പാർക്ക് ചെയ്തിട്ടേക്കുക. അപ്പൊ വൈകുന്നേരം ആയപ്പോ ബോറടിച്ച് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. നേരത്തെ എന്തായാലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പയ്യെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് ഇവിടെ വെയിലും നാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറൊക്കെ ഓക്കെ, നടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ. പിന്നെ ഇവിടെ കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ സാന്റാ മരിയെന്ന് പോയിട്ട്, സാന്റാ ബാർബറയാ പ്രോപ്പർ സ്ഥലം. അവിടെ നമ്മുടെ നെവർലാൻഡ് റാഞ്ച്, മൈക്കിൾ ജാക്സന്റെ കൊട്ടാരം. അതിപ്പോ ഒരു അമ്യൂസ്മെന്റ് പാർക്കും റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിയേക്കുക. അതെന്തോ അവിടെ ഇങ്ങനെ ന്യൂസ് കണ്ടിരുന്നു, അത് പ്രേതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അതിന്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് ഇടിച്ചിട്ടാണ് ഇപ്പൊ മേടിച്ചേക്കുന്നത്. റോബർട്ട് എന്ന് പറഞ്ഞൊരു പുള്ളിയും കണ്ട് ഇപ്പോഴത്തെ ഓണർ. അപ്പൊ പണ്ട് നമ്മള് ട്രക്കിന് ലേവർ കിടക്കുമ്പോൾ സാന്റാ മരിയയിലേക്ക് കിടക്കുമ്പോൾ അവിടുന്ന് ഒരു 50 മൈലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ആ പോകാനുള്ളൊരു സെറ്റപ്പ് നോക്കിയപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അത് വലിയൊരു ഫാം ഹൗസിന്റെ ഉള്ളിലായത്. ഒത്തിരി ഏക്കർ ഉള്ള ഒരു ഫാം ഹൗസിന്റെ അകത്താണത്. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പോകാം, കാരണം നമുക്ക് ട്രക്ക് കൊണ്ട് പോകാൻ പറ്റില്ലെങ്കിലും സാധാരണ കാർ കൊണ്ടൊക്കെ, കാരണം അതിപ്പോ അങ്ങനെ ഇതായല്ലോ, ഒരു റിസോർട്ട് സെറ്റപ്പ് ആയല്ലോ. അപ്പൊ അതിവിടെ ഒരു കാണാൻ ആഗ്രഹമുള്ളൊരു, കാരണം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് പോലെ നമ്മൾ കേൾക്കുന്നതല്ലേ, ഇന്റർനെറ്റും ടി വി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും നാട്ടിലൊക്കെ ഉള്ളവരുടെ എല്ലാവരുടെയും ഹീറോ ആയിരുന്നു മൈക്കിൾ ജാക്സൺ. അതെ. എൻ്റെ ജോമറ്റോയുടെ ആ കയ്യും വീശിയുള്ള നടപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടായിരിക്കുമെന്ന്. വേറെ എങ്ങോട്ടുമല്ല, വേണ്ട ഈ കാണുന്ന വൈൻസ് ആൻഡ് സ്പിരിറ്റ്സ്. വൈൻസിൻ്റെയും സ്പിരിറ്റ്സിൻ്റെയും കമനീയമായ ഒരു കലവറയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏത് വേണം എന്ന കൺഫ്യൂഷനോടുകൂടി ചിന്തിക്കുന്ന ജോമറ്റോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെർസെൻറ്റേജ് കൂടിയ സാധനം ഏതാണ് എന്നാണ് നമ്മുടെ ജോമറ്റോയി താടിയിൽ കൈ കൊടുത്തെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടിയ പെർസെൻറ്റേജ് സാധനം ഉണ്ടല്ലോ, പൊങ്ങൂല, അതുകൊണ്ട് വേണ്ട. എന്റെ പൊന്നു, എനിക്കതിൽ ലൈറ്റ് മതി, രാത്രി എഡിറ്റ് ചെയ്യാം. അതാ അതിനു വേണ്ടി ലൈറ്റ് ഒന്ന് കൊടുത്തേക്കുന്നു. ഒരു സാധാരണ കടയിലെ കളക്ഷനാണ് കേട്ടോ, നോക്കിക്കേ. നമ്മളെ
ആ സൈഡിലല്ലേ കണ്ടത്, ഈ സൈഡ് കണ്ടില്ല. നമ്മുടെ ഈ ഇൻ ആൻഡ് ഔട്ട് ബർഗർ ഇല്ലേ, അപ്പൊ നമ്മുടെ ഓക്കലാമുള്ള ലിനോ ഇല്ലേ, അവൻ പറഞ്ഞാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ബർഗറിൽ ഒന്നായത്. അതെ. അവനോട് പറഞ്ഞ ഒരു കാര്യം, നീ എപ്പോഴെങ്കിലും അവരെ ഡ്രൈവ് ത്രൂല് വണ്ടി ഇല്ലാതെ കണ്ടിട്ടുണ്ടോ? ശരിയാ. കാരണം ഇപ്പൊ ഞാനിവിടെ വന്നപ്പോ നമ്മളാ പോയടുത്ത് മാക്ക് ഉണ്ട്, പക്ഷെ അവിടെ ആരുമില്ല. നമ്മളാ ക്രോസ് ചെയ്താ വഴിക്കാ. ഇവിടെ നല്ല എപ്പോഴും നല്ല ആളുകളൊക്കെ ഉണ്ടോ? അത് എന്നോട് ആരാ പറഞ്ഞാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രാവശ്യം ലാസ് വേഗാസിൽ പോയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ഏത് റെസ്റ്റോറന്റിലും വേണേ കയറിക്കോ, പക്ഷെ അവിടുത്തെ ഇൻ ആൻഡ് ഔട്ട് ബർഗർ എപ്പോഴും തിരക്കായിരിക്കും, നല്ല ടേസ്റ്റ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, കാരണം നമുക്ക് അങ്ങനെ ട്രക്ക് നിർത്തി കഴിക്കാൻ പറ്റിയ സെറ്റപ്പ് ഇല്ല. അതെ അതെ. അല്ല, കഴിക്കണമെന്നുണ്ട് അല്ലെ. ഒരു സമയത്ത് നമുക്ക് ഇവിടെ കയറി കഴിച്ചു നോക്കാം. അതെ. എന്നാ പറഞ്ഞ ട്രക്കിന്റെ ഡ്രൈവ് ത്രൂ നമുക്കേ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മറ്റേ കോവിഡിന്റെ സമയത്ത് നിങ്ങൾ കോവിഡിന്റെ സമയത്ത് വണ്ടി ഓടിച്ചായിരുന്നോ? പിന്നെ കോവിഡിന്റെ സമയത്ത് ഇവിടെ ഡ്രൈവ് ത്രൂകൾ മാത്രമേ ഓപ്പൺ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് നേരിട്ട് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അല്ല, അന്ന് ഓർക്കുന്നുണ്ടോ നമുക്ക് മറ്റേ ചില വേ സ്റ്റേഷനില് ഫുഡ് ഫ്രീ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഫാമിലീസ് ഒക്കെ ആണെങ്കിലും താങ്ക് യു ട്രക്കേഴ്സ് പറഞ്ഞോണ്ട് നമുക്ക്. എന്റെ വണ്ടി ഒരു പ്രാവശ്യം കേടായിട്ട് അൽബുക്കർക്കി കിടക്കുക, ഞാനും ജയരാജും കൂടെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് അവര് മറ്റേ ബുർട്ടോയും അതൊക്കെ വണ്ടിക്ക് കൊണ്ടുവന്ന് ട്രക്ക് സ്റ്റോപ്പിൽ കൊണ്ടുവന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ സമയത്ത് ട്രക്കുകൾ ആൾക്കാർ നടന്നു ചെല്ലുമ്പോഴത്തേക്ക് ഇവന്മാർ എന്ത് ചെയ്താ, ഇല്ല ഡ്രൈവ് ത്രൂ ഉള്ളൂ എന്ന് പറയും. ഡ്രൈവ് ത്രൂ മേടിക്കണ്ടേ? രണ്ടു നേരം ട്രക്കൊക്കെ കയറ്റിയ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഡ്രൈവ് ത്രൂ നടന്നു പോയി മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ലേബർ കിട്ടി കഴിയുമ്പോ ഇതുപോലത്തെ മേഖല വേറെ ചില സ്ഥലത്ത് ഇന്ന സമയമാകുമ്പോ ഇവന്മാർ ഇതിന്റെ അടയ്ക്കും, മറ്റേ ഡൈനിങ് ഒക്കെ അടയ്ക്കും. അപ്പൊ നമുക്ക് ഡ്രൈവ് ത്രൂ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഡ്രൈവ് ത്രൂ, കാരണം ആവശ്യ സൃഷ്ടിയുടെ മാതാവല്ലേ, ഞങ്ങൾ നടന്നു പോയി മേടിച്ചിട്ടുണ്ട്. കോവിഡ് അത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെ അതെ. പക്ഷെ ഒരു കണക്കിന് കോവിഡിന്റെ സമയത്ത് നമ്മളായിരുന്നു കുറേ സേഫ്. കാരണം നമ്മള് ഫ്യൂൽ സ്റ്റേഷൻ, ഗ്യാസ് സ്റ്റേഷനിൽ മാത്രം നിർത്തുന്നല്ലേ ഉള്ളൂ, പിന്നെ ഷിപ്പേഴ്സുമായിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ അല്ലേ. എന്നാലും നമ്മൾ അമേരിക്കയിലേക്കൊക്കെ വരുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം അമേരിക്ക നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര വാർത്തകളാണല്ലോ. ഇതുകൊണ്ടാണോ വരുന്നേ? അതെ അതെ. ഞാൻ കോവിഡിന്റെ സമയത്ത് ആകെ 2 ആഴ്ച മാത്രമേ അവധി എടുത്തിട്ടുള്ളൂ. എനിക്കും അങ്ങനെ തോന്നുന്നത്, ഒരു 2 ആഴ്ച ഇങ്ങനെ ഞാൻ അവധി എടുത്തിട്ടുള്ളൂ. നമ്മളെ സിദ്ധില് ഞങ്ങളുടെ ട്രക്ക് മാത്രമായിരുന്നു അവസാനം വരെ ഓടി. ഒത്തിരി പേര് നിർത്തിയായിരുന്നു അല്ലേ? പിന്നെ കാരണം അന്ന് മറ്റേ ഗവൺമെന്റ് ഗ്രാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ജോലി ചെയ്യാത്തവർക്ക്. അവസാനം ഗുർദീപ് പറഞ്ഞു, I think it's time for you guys to go and take rest എന്നും പറഞ്ഞോണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കോവിഡിന്റെ അടവൊക്കെ ആയി വീണ്ടും തുറന്നു. ആ സമയത്ത് ഓട്ടത്തിന് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു, കാരണം കുറച്ച് വണ്ടികളല്ലേ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പെട്രോൾക്കകത്തേ കൂടെ പോവാം. നിങ്ങൾ പെട്രോൾക്കകത്ത് കയറിയിട്ടുണ്ടോ? ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കയറിയിട്ടുണ്ടോ? ആണോ? അങ്ങനെ ട്രക്കിലെത്തി ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത് വേണ്ടേ ലിൻഡാമ ഉണ്ടാക്കി തന്നുവിട്ട ടച്ചിങ്സ് എടുത്ത് ചൂടാക്കുകയാണ്. പൊറോട്ട നമ്മൾ ഈ ആഴ്ചത്തെ നമ്മുടെ സ്പെഷ്യൽ എന്നാ ഭായി? ഇപ്രാവശ്യം ബീഫും കരളും കൂടെ വരട്ടിയത്. ബീഫും പോത്ത് വരട്ടിയതും. ബീഫും കരളും കൂടെ മിക്സ് ചെയ്തു. ബീഫ് തന്നെയാകുമ്പോൾ നമുക്ക് ഒരു തന്നെ ബീഫും കരളും. ആളിപ്പൊളി. വന്ന് ഓരോ ട്രിപ്പ് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാ ട്രിപ്പിലും ഒരു സെറ്റ് ടച്ചിങ്സ് ഉണ്ടാക്കിക്കൊണ്ട് വരാന്നുള്ള ലേവർ കൺഫേം അല്ലേ? വേറെ ഒന്നില്ലെങ്കിലും ഫുഡില്ലെങ്കിലും ടച്ചിങ്സ്.
Cheers. മരുഭൂമിയിലെ നീരുറവ. അപ്പം എല്ലാവർക്കും cheers കേട്ടോ. നല്ല ചൂടത്തെ ബിയർ കഴിക്കണ സുഖം അല്ലേ? അപ്പം വേണ്ട അടിപൊളി പൊറോട്ട ഉണ്ട്, ബീഫിന്റെ റോസ്റ്റോ, ബീഫും കരളും കൂടെ ഇങ്ങോട്ട് കരൾ സെപ്പറേറ്റ് മേടിച്ചു, ബീഫ് സെപ്പറേറ്റ് കരളും കൂടെ ഇത് എന്നാ സെറ്റപ്പാ അത് ഒരു ഓക്കെ. അതും ക്യാബേജും ക്യാബേജ് തോരൻ. ലിൻഡാമ്മ താങ്ക് യു കേട്ടോ. നമ്മള് ഈ സാധനം എല്ലാം മിസ് ചെയ്യും ഇപ്പൊ തന്നെ. എന്തായാലും അടിപൊളി. ഓക്കെ അല്ലേ? സൂപ്പറാ, അടിപൊളി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ബാക്കി ബീറും കൂടെ അടിച്ചു തീർക്കുക, കുറച്ച് പൊറോട്ടയും കൂടെ ഉണ്ട്, ബീഫുണ്ട്, അതൊക്കെ തീർക്കുക, കുറച്ച് വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് ഇരിക്കുക, അതൊക്കെ തന്നെ. നാളെ ഇനി എപ്പോൾ ലോഡ് കിട്ടാനാണ്, നാളെ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും അതെല്ലാം നമുക്ക് മുന്നോട്ട് നമ്മുടെ അടുത്ത വീഡിയോ കൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ബൈ.